ഹിന്ദുവിന്റെ ഒരൊറ്റ തരി മണ്ണുപോലും നഷ്ടപ്പെടാതെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ, അവനെ കൺവെർട്ട് ചെയ്യാൻ ഇടവരുത്താതെ, അവന് യാതൊരു വിധത്തിലുമുള്ള ഈ അടിമത്വം അനുഭവിക്കേണ്ട ആവശ്യമില്ലാതെ അവന് മുന്നോട്ട് വരാൻ കഴിയും. അതിന് സാമ്പത്തിക സംവിധാനത്തോടുകൂടിയ ഒരു ഘടന നമുക്കുണ്ടാക്കാൻ കഴിയും. അത് നിങ്ങളുടെ ഓർമ്മയിൽ വീണ്ടും നിങ്ങളുടെ ഓർമ്മയിലേക്ക് സ്ഥാപിച്ചുകൊണ്ടും പ്രതിഷ്ഠിച്ചുകൊണ്ടും ഇവിടെ നടത്തിയ ഈ മഹാസംരംഭത്തിന്റെ ശാസ്ത്രീയത എത്ര കണ്ട് വലിപ്പമേറിയതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതായത്, കഴിഞ്ഞ പ്രാവശ്യം അർച്ചന നടത്തിയപ്പോ കിർലിയൻ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ തള്ളവിരലിന്റെ ഇങ്ങനെ ചിന്മുദ്രയൊക്കെ പിടിക്കുമ്പോ ഇവനൊക്കെ തൊഴിലില്ലാതെ ആളുകളെ പറ്റിക്കാനാണ് ഇങ്ങനെ പിടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മഹാത്മാക്കളുണ്ടല്ലോ. ഈ പാവങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോ ഇതെന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു. ഇവിടെ കാണിച്ചു കഴിഞ്ഞായിരിക്കും. ഇത് തള്ളവിരലിന്റെ ഫോട്ടോയാണ്. കണ്ടു കാണും പലരും. നമ്മുടെ തള്ളവിരലിന്റെ ഈ ചുറ്റുപാടും പോകുന്ന പ്രകാശമാണ് ഈ കാണുന്നത്. വിരലിന്റെ ഈ നാവെന്ന് പറയുന്ന ഈ ഭാഗമാണ് മധ്യത്തെ ഈ കറുപ്പ്. അങ്ങോട്ട് കാണിച്ചു. ചിലരെങ്കിലുമൊക്കെ കണ്ടു കാണും കഴിഞ്ഞ പ്രാവശ്യം. ഏതായിരുന്നാലും അത്തരത്തിൽ അതിമഹത്തായിട്ടുള്ള നമ്മുടെ ശരീരക്രമത്തിലെ രശ്മി വലയങ്ങൾ മന്ത്രശക്തി കൊണ്ട് എങ്ങനെ ശുദ്ധമാകുന്നു. ഈ അനീമിയ പിടിച്ച് പിന്നെ ഇങ്ങോട്ട് കടന്നു വരാൻ വയ്യാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 100 കോടി നടത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഉണക്ക ചാപ്പാടും കഴിച്ച് ആ മണ്ണിൽ കിടന്നുറങ്ങി യാതൊരു പരാതിയുമില്ലാതെ കഴിഞ്ഞുപോയവൻ കഴിച്ചു നോക്കിയപ്പോൾ അവൻ ആ സൂക്കേടില്ല. അതിന്റെ രേഖകളൊക്കെ അതിലുണ്ട്. ഇങ്ങനെ ശാസ്ത്രീയമായി നമ്മുടെ മന്ത്രങ്ങൾക്ക്, നമ്മുടെ ആചാരക്രമങ്ങൾക്ക്, വിശ്വാസ പ്രമാണങ്ങൾക്ക് ഇന്ന് നിലവിലിരിക്കുന്ന അതിമഹത്തായിട്ടുള്ള ശാസ്ത്രീയ പ്രമാണങ്ങൾ ഭൗതിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലും അതിന് പ്രോത്സാഹനം നൽകുന്ന മറ്റ് പല രാജ്യങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളിലും ഭാരതത്തിന്റേതെന്ന് അവകാശപ്പെടാവുന്ന ഈ തത്വം ജനതയുടെ മുഴുവൻ, ജീവരാശിയുടെ മുഴുവൻ അംഗീകരിക്കാവുന്ന ആദർശമായി നിൽക്കുന്നു. ഹിന്ദുവിന് മാത്രം എന്ന് പറയാൻ നമ്മൾ തയ്യാറായിട്ട് കാര്യമില്ല, തയ്യാറാകരുത്. ലോക ജീവരാശിക്ക് മുഴുവനും പ്രയോജനം വരുന്ന, മതഭേദമന്യേ മനുഷ്യത്വത്തിന് പ്രയോജനം വരുന്ന ഈ മഹത്തരമായ ആദർശത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇടയാക്കരുത് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ അർച്ചനയിൽ ഒരു സമയത്ത് നിങ്ങൾ അവിടെ വന്നെത്തേണ്ടത് ഒരു ജില്ലയിൽ നിന്ന് കുറഞ്ഞത് 25,000 പേരാണ്. ചിലപ്പോ ഉദ്ദേശിക്കുന്ന വണ്ണം വളരെയൊന്നും കിട്ടിയില്ലെന്ന് വരുമെങ്കിലും ഇതിന് ഈ 25,000 പേർക്ക് ഒരു ദിവസം നമുക്ക് കുറഞ്ഞത് ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു 500 ചാക്ക് അരിയാണ് ഒരു ദിവസം. അങ്ങനെ ഇതൊരു വലിയ സംരംഭമാക്കാൻ തുനിഞ്ഞിട്ടുണ്ട്. ഇതിന് പ്രത്യേകം ഡ്രസ്സ്, ലേഡീസിന് ഈ പഴയ സെറ്റ്, എനിക്കിതൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് മറന്നു കിടക്കണം. സെറ്റ്, പിന്നെ നമ്മുടെ കാവിയിലുള്ള ബ്ലൗസ്, ഇത് രണ്ടും മറ്റുള്ളവർക്ക് കാവിയും വെള്ളയും ഇത് ഡ്രസ്സുകളാക്കി എടുക്കാൻ പറഞ്ഞത്. അവിടുന്ന് മലപ്പുറത്തുനിന്ന് കുറഞ്ഞത് ഒരു 500 ബസ് വരുമെന്നവർ പറഞ്ഞിട്ടുണ്ട്. 30,000 പേരിൽ കുറയാതെ. എല്ലാവരും കൂടി വന്നാൽ എന്ത് ചെയ്യും സ്വാമിജി എന്നൊക്കെ ഇന്നലെ വന്നിരുന്നവർ ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്യാനാ, വന്നാൽ പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുകയുണ്ടായി. വേറൊന്നിനുമല്ല, നമുക്കിവിടെ നിലനിൽപ്പിന്റെ ശേഷിക്കുള്ള സംഘടനാ ശേഷി ഉണ്ട് എന്ന് ഒന്നാദ്യം വരുത്തി കൂട്ടിയിട്ട് ഈശ്വരനാമത്തിന്റെ പേരിൽ ഈ ലോകത്തിന് ശാന്തിക്ക് വേണ്ടി ജപിക്കുന്ന നമ്മുടെ സങ്കല്പം ആർക്ക് വേണമെങ്കിലും വരാൻ, വിശ്വാസമുള്ള ക്രിസ്ത്യാനിക്ക് വരാൻ, പരിശുദ്ധിയുള്ള ക്രിസ്ത്യാനിക്ക് വരാൻ, മുസ്ലിമിന് വരാൻ, ഇത് കഴിഞ്ഞുപോയാൽ പള്ളികളിൽ തന്നെ തിരിച്ചു പോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യത്വത്തിന്റെ ബന്ധാവൊരുക്കുക എന്നുള്ളത് ഇന്നത്തെ തമ്മിത്തല്ലി മരിക്കുന്ന മതങ്ങളുടെ വക്രബുദ്ധിക്കും ആക്രോശങ്ങൾക്കും ആവശ്യമാണ്. അതൊരു പരിഹാരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2 മുസ്ലിം ലേഡികൾ വന്ന് അർച്ചന നടത്തി. അവരിപ്പോഴും ആശ്രമത്തിൽ വരുന്നുണ്ട്. ആരെന്ന് ഞാൻ പേര് പറയുന്നില്ല, സ്വാമിജി ഞങ്ങളുടെ പേര് പറയരുതേ എന്ന് പറഞ്ഞിട്ടാണ് മതം നൽകിയ മൃഗീയമായ മർദ്ദനങ്ങളുടെയും തള്ളിക്കളയലിന്റെയും ചരിത്രം ഓർമ്മയിലുള്ള ആ പാവങ്ങൾ പറഞ്ഞത്. അതൊന്നും കൂടാതെ തോളോട് തോൾ ചേർന്നിരുന്നുകൊണ്ട് വലിക്കുന്ന ശ്വാസം ഒന്നാണെങ്കിൽ ആ ശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ ഗ്രന്ഥത്തിൽ ഒന്നായിട്ടുള്ള വേദത്തിലുള്ള നിരാലംബോ ഉപനിഷത്ത് എന്നൊരു ബുക്കുണ്ട്. അതിൽ പലരും പറയാറുണ്ട് പണ്ടുള്ളവർ ജാതി ഉണ്ടാക്കി വെച്ചു. ഇല്ല,
ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയട്ടെ. ഇവർക്കും ഇതിനോട് സഹകരിച്ചവർക്കുമുള്ള